ബ്രിട്ടീഷ് ക്വീൻ്റെ ക്രൗണിലെത്തുന്നതിന് മുന്നേ കൊഹിനൂർ ഡയമണ്ട് ഇന്ത്യയിൽ എവിടെയായിരുന്നു എന്നറിയാമോ? രാവിലെ ഒരു 10 മണിയോട് കൂടി നമ്മൾ തെലങ്കാനയിലെ വാരങ്കൽ ഡിസ്ട്രിക്റ്റിലെ വാരങ്കൽ ഫോർട്ടിനുള്ളിൽ എത്തിയിട്ടുണ്ട്. ഫോർട്ട് എന്ന് വിളിക്കുന്നെങ്കിലും ഇതൊരു ഫോർട്ടല്ല, ഫോർട്ടിനുള്ളിലെ ഒരു സ്ഥലമാണ്. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു മൈതാനം നിറയെ കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുക. എന്നാൽ അടുത്ത് ചെന്ന് നോക്കിയാൽ ഓരോ കല്ലിലും 1000 കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. 12-ാം നൂറ്റാണ്ടിന് മുന്നേ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ അത് ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ഫോർട്ടായിരുന്നു. ഇത് സ്റ്റോൺ കൊണ്ടാക്കുകയും പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തത് കക്കാത്തിയ രാജവംശത്തിലെ ഗണപതി ദേവ രാജാവും പിന്നെ രുദ്രമ ദേവി രാജ്ഞിയുമാണ്. അത് കഴിഞ്ഞ് ഇത് സ്ട്രെങ്ത് ചെയ്തിരിക്കുന്നത് പ്രതാപരുദ്ര II എന്ന് പറയുന്ന അവരുടെ ഗ്രാൻഡ് സൺ ആണ്. ഈ കോട്ട പിടിച്ചെടുക്കാൻ ഒരുപാട് രാജാക്കന്മാർ പലതവണ ട്രൈ ചെയ്തിരുന്നു. അതിലൊന്നാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിട്ടുള്ള മാലിക് കഫൂർ 6 മാസത്തോളം ഇവിടെ യുദ്ധം ചെയ്യുകയും അവസാനം കക്കാത്തിയ രാജാക്കന്മാർ ഒരു ട്രൂസിന് സമ്മതിക്കുകയും ഒരുപാട് വിലപ്പെട്ട സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തു. അതിലൊന്നാണ് കൊഹിനൂർ ഡയമണ്ട്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കൊഹിനൂർ ഡയമണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയും പിന്നെ അവിടുന്ന് അത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈവശമാവുകയും ചെയ്തത്. മൂന്നാമത്തെ തവണ ഈ കോട്ട അറ്റാക്ക് ചെയ്തത് തുഗ്ലക് രാജവംശത്തിലെ ഉലുഗ് ഖാനാണ്. അന്ന് ആ യുദ്ധത്തിൽ കക്കാത്തിയ രാജവംശത്തിനെ ഡിഫീറ്റ് ചെയ്തു അവർ. അതിനുശേഷം കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന എല്ലാ സുന്ദരമായിട്ടുള്ള ബിൽഡിങ്സും അവർ നശിപ്പിച്ചു കളഞ്ഞു. ടെമ്പിൾസ് എല്ലാം പൊളിച്ചു കളഞ്ഞു. അതിലുണ്ടായിരുന്ന റിലീജിയസ് ഫിഗേഴ്സിനെ എല്ലാം അവർ ഡീഫേസ് ചെയ്തു. 1335 ശേഷം ഇത് ലോക്കൽ നായകാസിൻ്റെ കയ്യിലും പിന്നെ ബഹ്മാനി ഡൈനാസ്റ്റിയുടെ കയ്യിലും പിന്നെ കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയുടെ കയ്യിലും പിന്നെ നിസാംസ് ഓഫ് ഹൈദരാബാദിൻ്റെ കയ്യിലുമായിരുന്നു കോട്ട. നിസാംസ് ഓഫ് ഹൈദരാബാദിൻ്റെ ഒരു പ്രധാന ഭരണ കേന്ദ്രമായിരുന്നു ഈ കോട്ട. ഈ കോട്ടയ്ക്കുള്ളിലായിട്ട് ഒരു ഗ്രേറ്റ് ശിവ ടെമ്പിൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ റൂയിൻസാണ് ഇവിടെ കാണുന്ന വാൾ സ്ലാബ്സും ബ്രാക്കറ്റ്സും സീലിംഗ് പാനൽസും എന്നാണ് പറയപ്പെടുന്നത്. പലയിടത്തും ഒറ്റയ്ക്ക് നിൽക്കുന്ന പില്ലേഴ്സ് കാണാം. ഈ കോട്ട ബഹ്മാനി ഡൈനാസ്റ്റിയുടെ കയ്യിലെത്തിയപ്പോഴത്തേക്കും അവർ ഈ കിടക്കുന്ന റൂയിൻസ് വെച്ചിട്ടൊരു മോസ്ക് പണിയാൻ ശ്രമിച്ചു. പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഇതിനുള്ളിലുണ്ടായിരുന്ന ഒറിജിനൽ ആയിട്ടുള്ള ഡീറ്റി ആയിരുന്നു ഒരു ലിംഗ. ആ ശിവലിംഗത്തിന് 4 ഫേസസ് ഓഫ് ശിവ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ അടുത്തുള്ളൊരു അമ്പലത്തിലാണുള്ളത്. ഒരു കല്ലു എന്ന് വിളിച്ചിരുന്ന വാരങ്കലിലെ വാരങ്കൽ ഫോർട്ടിലൂടെ ഈ നടത്തം തുടരുമ്പോഴത്തേക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മനസ്സിൽ കൂടി പോകുന്നത്. ഡൗട്ടുകളും ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ക്വസ്റ്റ്യൻസും എന്തുകൊണ്ട് ഇതല്ല ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളും ഇഷ്ടം പോലെ മനസ്സിലൂടെ പോകുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ അതൊക്കെയായിട്ട് ഞാൻ വീണ്ടും വരാം.